ഈ വിസ്മയ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിയായ കിരൺ കുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, ഗൗരവപ്പെട്ടതാണ്. അബ്ദുൾ റഷീദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അബ്ദുൾ റഷീദ്, നമ്മളെ നടുക്കിയ ഞെട്ടിപ്പിച്ച വാർത്തയായിരുന്നു വിസ്മയ വാർത്ത. ഇപ്പോൾ പ്രതിയായ കിരൺ കുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? കേരളത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നു വിസ്മയ കേസ് എന്ന് പറയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതി കിരൺ കുമാറിനാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നേരത്തെ തന്റെ ഇതുമായി ബന്ധപ്പെട്ട വിധി മരവിപ്പിക്കണമെന്നൊരു ആവശ്യമായിരുന്നു കിരൺ കുമാർ പ്രധാനമായും സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് ഈ അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ ണമെന്ന കാര്യം, അതായത് കിരൺ കുമാറിന്റെ ആവശ്യം സുപ്രീം കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ കുടുംബത്തിന് തിരിച്ചടിയാകുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർഷത്തോളം അടക്കമുള്ള ശിക്ഷാവിധിയായിരുന്നു കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും പ്രതി കിരൺ കുമാറിന് നേരെ ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതി കിരൺ കുമാർ സമർപ്പിച്ചിട്ടുള്ള ഹർജി ാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മനു, ഇപ്പോൾ ഈ ശിക്ഷാവിധി മരവിപ്പിക്കാൻ കാരണമായത് എന്താണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്? മനു, പ്രധാനമായും ഇത്തരത്തിൽ അപ്പീലിൽ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം വരുന്നത് വരെ ഈ ശിക്ഷാവിധി മരവിപ്പിക്കാം എന്നുള്ള കോടതി എടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് കോടതി എത്തുകയും ചെയ്തിട്ടുള്ളത്. ശിക്ഷാവിധി, അതായത് ഈ കേസ് പൂർണ്ണമായും തീരുന്നത് വരെ ഇത്തരത്തിൽ ജാമ്യം നൽകാം എന്നുള്ള കാര്യമായിരുന്നു കോടതി അനുവദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് പരിഗണിച്ച സമയത്താണ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള കിരൺ കുമാറിന് ജാമ്യം അനുവദിക്കുകയാണ് സുപ്രീം കോടതി. നേരത്തെ കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും 10 വർഷം തടവും അതോടൊപ്പം പിഴയടക്കം ഗൗരവമായിട്ടുള്ള ശിക്ഷാ നടപടി തന്നെ കേരള ഹൈക്കോടതി വിധിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഈ തന്റെ വിധി മരവിപ്പിക്കണമെന്നുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ പ്രതി കിരൺ കുമാർ നൽകിയത്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ജാമ്യം ില്ല എന്ന തീരുമാനങ്ങളൊക്കെ തന്നെയും ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഹൈക്കോടതിയുടെ ഈ അപ്പീലിൽ ഒരു തീരുമാനം വരുന്നത് വരെയാണ് ശിക്ഷാ നടപടി മരവിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. മനു, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇപ്പോൾ വിസ്മയ മരണത്തിൽ ആ കേസിൽ ഇപ്പോൾ പ്രതിയായ കിരൺ കുമാറിന് ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നു, ജാമ്യം കൊടുത്തിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന അപ്പീലിൽ തീരുമാനമാകുന്നത് വരെ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ആ കേസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറെ ചർച്ച ചെയ്ത അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വേദനകൾ നമുക്ക് തോന്നിയൊരു കേസ് കൂടിയായിരുന്നു. ഒന്ന്, വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ കുറ്റങ്ങൾ, സ്ത്രീധന മരണം, ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട സ്ത്രീധന നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് അന്ന് ഇയാൾക്ക് ശിക്ഷ വിധിച്ചത്. അതിനെ തുടർന്ന് ഹൈക്കോടതിയിലേക്ക് ഈ കിരൺകുമാർ പോകുന്നു. ഇയാളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അന്ന് സർക്കാർ പിരിച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത, ഗൗരവതരമായി ചർച്ച ചെയ്ത വിഷയം കൂടിയായിരുന്നു വിസ്മയ കേസ് എന്ന് പറയുന്നത്. ആ കേസിലാണ് ഇപ്പോൾ കിരൺ കുമാറിന് ജാമ്യം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ശിക്ഷാവിധി ഇപ്പോൾ സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലെ അപ്പീലിൽ തീരുമാനമാകുന്നത് വരെ അത് മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.